തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ബോയ്സ് ഹോസ്റ്റലിൽ എക്സൈസിന്റെ പരിശോധന. ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടി എന്നാണ് സൂചന. SFI നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണിത്. ലഹരി ഉപയോഗവും ഗുണ്ടാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഹോസ്റ്റലിനെതിരെ നേരത്തെയും പരാതികൾ വ്യാപകമായിട്ടുണ്ടായിരുന്നു. ടിൻഡു, ഇപ്പോഴും നിലവിൽ അതിനുള്ളിൽ പരിശോധന തുടരുകയാണോ? ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരങ്ങൾ എങ്ങനെയാണ്? രോഹിണി, ഞാൻ നേരത്തെയൊക്കെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കുറച്ച് അളവ് മാത്രമാണ് ഇത്തരത്തിൽ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ പരിശോധന അവസാനിപ്പിച്ചിരിക്കുന്നു എന്നും അനൗദ്യോഗികമായിട്ട് ചില വിവരങ്ങൾ ലഭിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇത്തരത്തിൽ ഇതിനകത്ത് നിന്നും ഇറങ്ങുന്നത് ഇതുവരെ ആരും കണ്ടിട്ടില്ല. ഇതിനകത്ത് തന്നെ അവരുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഏതായാലും വളരെ കുറച്ച് അളവിൽ മാത്രമേ ലഹരി ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുക്കാൻ സാധിച്ചിട്ടുള്ളൂ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, കഞ്ചാവ് എന്ന് പറയുന്ന ലഹരി ഉൽപ്പന്നം വളരെ കുറച്ച് അളവിൽ മാത്രം പിടിച്ചെടുക്കുമ്പോൾ അത് ഒരു പക്ഷേ ഈ പറയുന്ന പോലെ തന്നെ ഇത്തരത്തിൽ അത് വലിയ കേസിലേക്കോ അല്ലെങ്കിൽ വലിയ ഇതിലേക്കോ ഒന്നും പോകില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിൽ വളരെ കുറച്ച് എമൗണ്ട് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ അതിലൊരു അട്ടിമറി മണക്കുന്നുണ്ടോ ടിൻഡു? കാരണം നമുക്കറിയാം, കളമശ്ശേരി ഹോസ്റ്റലിലെ റെയ്ഡ് ഏതു വിധേയനമായിരുന്നു നടന്നിരുന്നത് എന്നുള്ളത്. ഒരു വലിയ സംഘം തന്നെ അവിടെ എത്തുന്നു. മാധ്യമങ്ങൾ അത് തത്സമയം തന്നെ ചിത്രീകരിക്കുന്നുണ്ട്, പിടിച്ചെടുക്കുന്ന അളവ് വ്യക്തമാക്കുന്നുണ്ട്, കോളേജ് അധികൃതർ അതിനോട് പ്രതികരിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ അതൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല, ഈ പോലീസ് എക്സൈസ് സംഘം അകത്തേക്ക് പോയിട്ട് പുറത്തേക്ക് വരുന്നില്ല. അകത്തേക്ക് പോയതുപോലും അറിയാൻ കഴിയാത്ത വിധം അവർ ഉള്ളിൽ തന്നെ നിൽക്കുകയാണ്. വളരെ കുറച്ച് പേർ മാത്രമേ ഉള്ളൂ. വിദ്യാർത്ഥികളുടെ സാന്നിധ്യമൊന്നുമില്ല. ഇത് അളവിൽ കുറഞ്ഞതാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ഏതെങ്കിലും രീതിയിലുള്ളൊരു ശ്രമം ഹോസ്റ്റലിനുള്ളിൽ നിന്നുണ്ടാകുമോ? കാരണം കേസടക്കമുള്ള കാര്യങ്ങളിൽ നിന്ന് പിന്മാറാനുള്ള ശ്രമം, പ്രത്യേകിച്ച് SFIയുടെ നിയന്ത്രണത്തിലാണല്ലോ ഈ ഹോസ്റ്റൽ. തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ശ്രമം പൂർണ്ണമായിട്ടും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഞാനിവിടെ വരുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്നത് വഞ്ചൂർ ബാബു ഉൾപ്പെടെയുള്ള പ്രധാന ലോക്കൽ CPM നേതാക്കന്മാരൊക്കെ ഈ പ്രദേശത്ത് ഉണ്ടായിരുന്നു. അങ്ങനെയാണെങ്കിൽ അത്തരത്തിലുള്ള അട്ടിമറി സാധ്യത തന്നെയാണ് മണക്കുന്നത്. ഈ എക്സൈസ് വാഹനം ഓടിച്ചിരുന്ന ഡ്രൈവർ അദ്ദേഹത്തെ വന്ന് കാണുകയും അദ്ദേഹത്തോട് സംസാരിക്കുന്നുണ്ട്. അകത്ത് എത്ര പേരുണ്ട്, എങ്ങനെയാണ് പരിശോധന നടക്കുന്നത്, എത്ര വിധത്തിൽ പരിശോധനകൾ പുരോഗമിക്കുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഈ പ്രാദേശിക CPM നേതാക്കന്മാർ എക്സൈസ് വാഹനത്തിലെ ഡ്രൈവറുമായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അത്തരത്തിൽ ഈ പോലീസുമായിട്ട് അല്ലെങ്കിൽ എക്സൈസുമായിട്ട് സംസാരിച്ച് എങ്ങനെയാണ് ഇതിനകത്തെ പരിശോധനകൾ, ഏതൊക്കെ രീതിയിലാണ് പരിശോധനകൾ പുരോഗമിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ പറയുന്ന പോലെ ഇത്തരത്തിൽ അവർ അന്വേഷിച്ചിരുന്നു. അങ്ങനെയാണെങ്കിൽ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമാണ് പിടിച്ചെടുക്കുന്നതെന്ന് പറയുമ്പോൾ അട്ടിമറി സാധ്യത അവിടെ മണക്കുന്നുണ്ട്. കാരണം അത്തരത്തിൽ വളരെ കുറഞ്ഞ എമൗണ്ട് മാത്രമാണ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന പോലെ അതൊരു കേസിലേക്ക്, വലിയ രീതിയിലുള്ള കേസുകളിലേക്ക് കടക്കാതിരിക്കാനൊക്കെ അവർക്ക് ശ്രമിക്കാം. അത്തരത്തിലുള്ള അട്ടിമറി സാധ്യത ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ഈ പ്രാദേശിക CPM നേതാക്കന്മാരൊക്കെ ഇവിടെ അല്പം മുമ്പ് തടിച്ചു കൂടിയിരുന്നത്. ഈ ബിൽഡിങ്ങിൻ്റെ പുറകു ഭാഗത്തേക്കാണ് അവർ പോയത്. കാരണം ഈ ബിൽഡിങ്ങിൻ്റെ പുറകു ഭാഗത്തുള്ള മുറികളിലാണ് പരിശോധന നടക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ സംസ്ഥാന വ്യാപകമായ ഇത്തരം സ്കൂളുകളിലും കോളേജുകളിലും ഹോസ്റ്റലിലും ഒക്കെ ലഹരിക്ക് വിരുദ്ധമായിട്ട് പരിശോധന, ലഹരി ഉപയോഗിക്കാതിരിക്കാൻ പരിശോധന കർശനമാക്കുമെന്ന പല ഘട്ടങ്ങളിലും അറിയിച്ചിരുന്നിട്ടും ഈ യൂണിവേഴ്സിറ്റി മെൻസ് ഹോസ്റ്റലിലും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും ഒക്കെ പരിശോധനകൾ നടത്താതിരുന്നതിൽ വലിയ രീതിയിലുള്ള ഒരു ആക്ഷേപവും വിമർശനങ്ങളൊക്കെ ഉയർന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എന്തായാലും യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ ഇത്തരത്തിലുള്ള പരിശോധന പുരോഗമിക്കുന്നത്. ഈ എക്സൈസ് ഉദ്യോഗസ്ഥർ ഇതിനകത്ത് പരിശോധന നടത്തുന്നുണ്ട് എന്ന ഒരു വിവരം തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും ഈ പിടികൂടിയ ലഹരി വസ്തുക്കളുടെ എമൗണ്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അത്തരത്തിലുള്ള ഔദ്യോഗികമായിട്ടുള്ള വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. ടിൻഡു, അതോടൊപ്പം നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെയാണ് ആ കോളേജ് ഹോസ്റ്റലിൽ ഒരു റെയ്ഡ് നടക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പോലീസിൻ്റെ എക്സൈസിൻ്റെ ഒക്കെ പരിശോധന നടക്കുകയാണെങ്കിൽ പാലിക്കേണ്ടുന്ന ചില നടപടിക്രമങ്ങളുണ്ട്. പക്ഷേ അതൊന്നും കാണുന്നില്ല. യഥേഷ്ടം കുട്ടികൾ അകത്തേക്കും പുറത്തേക്കും ഇങ്ങനെ പോകുന്നതും വരുന്നതും ഒക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഒരു റെയ്ഡ് അല്ലെങ്കിൽ ഒരു പരിശോധന എന്നുള്ളതൊരു 100% സുതാര്യമായിട്ടാണ് നടക്കുന്നത് എന്ന് പറയാൻ കഴിയുക? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ബോയ്സ് ഹോസ്റ്റലിലാണ് എക്സൈസ് സംഘത്തിന്റെ പരിശോധന തുടരുന്നത്. ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടി എന്നും അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ ഇതിന്റെ അളവ് സംബന്ധിച്ചൊരു കൃത്യത ഇപ്പോൾ വെളിയിലേക്ക് വരുന്നില്ല. SFI നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണിത്. ലഹരി ഉപയോഗവും ഗുണ്ടാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിനെതിരെ നേരത്തെയും പരാതികൾ വ്യാപകമായിരുന്നു. ടിൻഡുവിലേക്ക് പോകുന്നു. ടിൻഡു, കേൾക്കാൻ കഴിയുന്നുണ്ടോ?
നേരത്തെ നമ്മൾ ചർച്ച ചെയ്തതുപോലെ തന്നെ ഒരു പരിശോധന നടക്കുകയാണ് എന്നുള്ള തോന്നൽ പോലും അവിടെ നിന്നും ഉണ്ടാകുന്നില്ല. കാരണം വിദ്യാർത്ഥികൾ ഇങ്ങനെ യഥേഷ്ടം അകത്തേക്ക് കയറുകയും പുറത്തേക്ക് വരികയും ഒക്കെ ചെയ്യുന്ന കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പരിശോധന ഒരു പ്രഹസനമാകുകയാണോ എന്ന് തന്നെ മനസ്സിലാക്കണം, അല്ലേ? തീർച്ചയായിട്ടും അത്തരത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ഈ പരിശോധന ഒരു പ്രഹസനം എന്ന രീതിയിലേക്ക് പോകുന്നത്. ഇപ്പോൾ ആ ദൃശ്യങ്ങളിൽ അല്പം മുമ്പ് നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത് ഇവിടുത്തെ SFIയുടെ യൂണിറ്റ് സെക്രട്ടറിയും അതോടൊപ്പം SFIയുടെ സംസ്ഥാന കമ്മിറ്റി അംഗവും മുൻ യൂണിറ്റ് സെക്രട്ടറിയും അതോടൊപ്പം SFIയുടെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള സെക്രട്ടറിയുമാണ് ഇപ്പോൾ അകത്തേക്ക് കയറിയത്. SFIയുടെ എല്ലാ നേതാക്കന്മാരും എല്ലാ കുട്ടി നേതാക്കന്മാരും ഇവിടെ എത്തിയിട്ടുണ്ട്. ഈ പരിശോധന നടന്നു എന്നറിയുമ്പോൾ തന്നെ SFIയുടെ എല്ലാ കുട്ടി നേതാക്കന്മാരും പ്രധാനപ്പെട്ട അതായത് ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ പരിസരത്ത് റിസർച്ച് ചെയ്യുന്നതും അതോടൊപ്പം തന്നെ യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്നതുമായിട്ട് വിദ്യാർത്ഥികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇറങ്ങി പോകുന്നുണ്ട്. അതായത് അവിടെ തടഞ്ഞു വെച്ചിരിക്കാത്ത കുട്ടികളാണ് ഇതിന്റെ ഒരു ദിവസം പുറത്തേക്ക് പോകുന്നത്. ബാക്കിയുള്ള SFIയുടെ നേതാക്കന്മാരൊക്കെ കുട്ടി നേതാക്കന്മാരെല്ലാം ഇവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിൽ സാധ്യത ആണ് നമ്മളിത് മുന്നിൽ കാണുന്നത്. ഇത്തരത്തിൽ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ ലഹരി പിടിച്ചെടുത്തപ്പോൾ അതിനെ മറച്ചു വെച്ച് അതിനെ നിസാരവൽക്കരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നത്. അത്തരത്തിലുള്ള ശ്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെയാണ് ഇവിടുത്തെ അകത്തേക്ക് പോയ ഈ ഹോസ്റ്റൽ ഉദ്യോഗസ്ഥർ. ശരി, ടിൻഡുവിലേക്ക് എത്താം. എന്തായാലും തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി ബോയ്സ് ഹോസ്റ്റലിലാണ് എക്സൈസിന്റെ പരിശോധന തുടരുന്നത്. ഹോസ്റ്റലിൽ നിന്നും കഞ്ചാവ് പിടികൂടി എന്നും അറിയാൻ കഴിയുന്നുണ്ട്. പക്ഷേ കൃത്യമായ ഒരളവ് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണമൊന്നും പുറത്തേക്ക് വരുന്നില്ല. SFI നിയന്ത്രണത്തിലുള്ള ഹോസ്റ്റലാണിത്. ലഹരി ഉപയോഗവും ഗുണ്ടാ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് നേരത്തെയും ഹോസ്റ്റലിനെതിരെ പരാതികൾ വ്യാപകമായിരുന്നു.